അലക്സാണ്ടർ ദ ഗ്രേറ്റ് 32 വർഷത്തെ ജീവിതം അവസാനിക്കുമ്പോൾ മാസിഡോണിയക്കാരൻ അലക്സാണ്ടർ ലോകത്തിലെ പല രാജ്യങ്ങളും കീഴടക്കി ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തലവനായാണ് മരിക്കുന്നത്. തന്റെ ആക്രമണ രീതിയിൽ ഹാമർ ആൻഡ് ആൻവിൽ ടെക്നിക്കാണ് അദ്ദേഹം കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. അതായത് പട്ടാളത്തിനെ 2 ഗ്രൂപ്പായി തിരിക്കുന്നു. ഒരു കൂട്ടം ശത്രുവിനെ തടഞ്ഞു നിർത്തുന്നത് പോലെ പ്രവർത്തിക്കുകയും മറ്റേ കൂട്ടം മറുവശത്ത് നിന്ന് ആക്രമിച്ച് തോൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ശത്രുവിന്റെ പ്ലാൻ മാറുന്നതിനനുസരിച്ച് തൻ്റെ സ്ട്രാറ്റജി പുതുക്കാനും പെട്ടെന്ന് തന്നെ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രശംസനീയമായിരുന്നു. ഒരു കഴിവേറിയ മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റും നേതാവുമായിരുന്നു എന്ന് സാരം. അദ്ദേഹത്തിൻ്റെ കോൺക്വസ്റ്റുകൾ ഗ്രീക്ക് ഹെലനിസ്റ്റിക് സംസ്കാരത്തിൻ്റെയും ഐഡിയകളുടെയും വ്യാപനത്തിന് കാരണമായി. താൻ കൈയടക്കിയ ശേഷം 70ഓളം സിറ്റികൾ പുനർനാമകരണം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. ഈജിപ്തിൻ്റെ അലക്സാൻഡ്രിയ ഒരു പ്രധാന ഉദാഹരണമാണ്. 30 വയസ്സിനുള്ളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്ന് കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ വലിയ വിജയത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിലും മിലിറ്ററി സ്ട്രാറ്റജിയിലുമാണ് ഈ വിജയം പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത്. വലിയ സാമ്രാജ്യമായിരുന്നിട്ട് പോലും ഭരണത്തിനും ഭരണ കൈമാറ്റത്തിനും വ്യക്തമായ പ്ലാനോ സിസ്റ്റമോ കൊണ്ടുവരാത്തതിനാൽ അലക്സാണ്ടറിന്റെ മരണശേഷം ജനറലുമാർ തമ്മിലടിച്ച് ഇത് വിഘടിച്ചു പോവുകയാണ് ഉണ്ടായത്.